രൂപയുടെ മൂല്യം കുറയുന്നു. US ഡോളറിനെതിരെ രൂപ താഴേക്ക്. ഇതിന്റെ വസ്തുത എന്താണ്? ഞാൻ ആലോചിക്കുകയാണ്, 2010 ഒരു US ഡോളർ ലഭിക്കാൻ 40 രൂപ കൊടുത്താൽ മതിയായിരുന്നു. ഇന്നത് 90 രൂപ കൊടുക്കേണ്ട സ്ഥിതിവിശേഷമാണുള്ളത്. അപ്പോൾ നോക്കി നോക്കൂ, 2010 ഉണ്ടായിരുന്ന പെട്രോളിന്റെ വിലയാണോ ഇന്ന് നമുക്കുള്ളത്? പല സാധനങ്ങളുടെയും വില അതിൽ നിന്ന് ഒരുപാട് വളർന്നു. ഈ രൂപയുടെ മൂല്യം കുറയുന്നതിനനുസരിച്ച് പ്രത്യേകിച്ചും ഇറക്കുമതി ചെയ്യുന്ന എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇതിൽ വിദേശത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികൾ, അവർക്ക് മുൻപുണ്ടായിരുന്നതിനേക്കാൾ ചെലവ് വർദ്ധിച്ചു. അതുപോലെ വിദേശ യാത്ര പോകുന്ന ആളുകൾക്ക് കൂടുതൽ പണം ചെലവാകുന്നു. ഇതൊക്കെ ഇതിൻ്റെ നെഗറ്റീവായിട്ടുള്ള കുറേ വസ്തുതകളാണ്. എന്നാൽ പോസിറ്റീവായിട്ടുള്ള കുറേ ഘടകങ്ങളും ഇതിലുണ്ട് കേട്ടോ. അതിൽ ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രവാസികൾ, അതായത് വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന പ്രവാസികൾ മുൻപ് അയച്ചിരുന്നതിനേക്കാൾ കൂടുതൽ പണം ഇപ്പോൾ അവർക്ക് അയക്കുമ്പോൾ ലഭിക്കുന്നു. അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യുന്ന, അതായത് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നങ്ങൾക്ക് മുൻപ് ലഭിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ തുക അവർക്ക് ഇന്ന് ലഭിക്കുന്നു. അപ്പോൾ എല്ലാത്തിനും ഗുണവും ദോഷവും ഉണ്ട് പറഞ്ഞ പോലെയാണ്. എന്നാൽ നമുക്ക് ആഭ്യന്തരമായ ഉൽപ്പന്നങ്ങൾ, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാതെ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ രൂപയുടെ മൂല്യം ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യണേ. ഒപ്പം തന്നെ ഇപ്പം അടുത്ത് ഞാൻ പേപ്പറിൽ വായിച്ചു, ഒമാനുമായിട്ടും ന്യൂസിലാൻഡുമായിട്ടും ബ്രിട്ടനായിട്ടൊക്കെ നമ്മൾ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ടിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മുടെ എക്സ്പോർട്ട് വർദ്ധിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഡോളർ ലഭിക്കും. അപ്പോൾ അത് നാളെ ഫ്യൂച്ചറിൽ ഇന്ത്യൻ രൂപയ്ക്ക് ഗുണമാവുന്ന ഒരു തീരുമാനമാണെന്ന് ഞാൻ കരുതുന്നു. കൂടുതൽ തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഈ രൂപയുടെ മൂല്യത്തെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം പറയണേ.